KSFE പിറവം ബ്രാഞ്ചിൽ സംഘടിപ്പിച്ച കസ്റ്റമർ മീറ്റ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എബ്രിഡ് ഷൈൻ ഉദ്ഘാടനം ചെയ്തു. ബ്രാഞ്ച് മാനേജർ ജയന്തി ഐ അധ്യക്ഷത വഹിച്ച കസ്റ്റമർ മീറ്റിൽ കട്ടപ്പന റീജിയണൽ ഓഫീസ് AGM ജോൺ ഡെന്നിസൺ, റീജിയണൽ ഓഫീസ് മാനേജർ ഡോക്ടർ ശിവപ്രസാദ് എന്നിവർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മികച്ച ധനകാര്യ സേവനത്തിനുള്ള ദേശീയ പുരസ്കാരമായ സ്വദേശി സമ്മാൻ പുരസ്കാരം നേടിയ സ്ഥാപനമാണ് KSFE. 1 ലക്ഷം കോടി രൂപ ടേൺ ഓവർ എന്ന ചരിത്ര നേട്ടം കൈവരിച്ച KSFEയുടെ പിറവം ബ്രാഞ്ചിൽ കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചു. ധനകാര്യ സേവന രംഗത്ത് KSFE നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ ഇടപാടുകാർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെയും നേരിട്ട് ആശയവിനിമയം നടത്തുന്നതിന്റെയും ഭാഗമായാണ് കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചത്. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ എബ്രിഡ് ഷൈൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷം ആളുകൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ KSFEയുടെ ചിട്ടിയുടെ ഓരോ ഇത്തരത്തിലുള്ള പല പ്ലാനുകൾ ഉണ്ടാവും. അതിലെല്ലാം ആളുകൾ പങ്കുചേരുകയും പല തരത്തിൽ ആളുകൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യുന്നത് കൊണ്ടാണ് തീർച്ചയായും ഇത്രയും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്നത്. KSFE ആയിട്ടുള്ള എൻ്റെ ബന്ധം കൂടെ ഞാൻ ഒരിക്കൽ KSFEയുടെ ഒരു ഗോൾഡ് ലോൺ പരസ്യം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് പബ്ലിഷ് ചെയ്ത് വരികയും വന്നിട്ടുണ്ട്. ആ സമയത്ത് KSFEയുടെ കുറേ പ്ലാനുകളെ കുറിച്ച് പഠിക്കുകയും അതിൽ നിന്ന് ഒരു പരസ്യം ഉണ്ടാക്കുകയും ചെയ്യുന്നതുമാണ് ചെയ്തിട്ടുണ്ട്. KSFE പിറവം ബ്രാഞ്ചിലെ നിരവധി ഇടപാടുകാർ, കട്ടപ്പന റീജിയണൽ ഓഫീസ് AGM ജോൺ ഡെന്നിസൺ, KSFE ഏജന്റുമാർ എന്നിവർ കസ്റ്റമർ മീറ്റിൽ പങ്കെടുത്തു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കഴിഞ്ഞ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം 56 വയസ്സ് കഴിഞ്ഞു. 69 നവംബറിൽ ഒരു ചെറിയ യൂണിറ്റ് ആയിട്ട് തുടങ്ങിയ KSFE ഏകദേശം 45 സ്റ്റാഫുകൾ അല്ലെങ്കിൽ 10 ബ്രാഞ്ച് 2 ലക്ഷം രൂപയുടെ മൂലധനമായിട്ട് തുടങ്ങിയതാണ്. ഇന്ന് ആ അടച്ചു തീർത്ത മൂലധനം 200 കോടിയായി. ഇവിടെ ഒരു നിക്ഷേപകരുടെ കൂട്ടമാണ് കൂടുതൽ. അപ്പോൾ എങ്ങനെയാണ് ഒരു ചിട്ടി കൂടുതൽ ഇതിനകത്ത് ഇവിടെ വരികയും ഇടപാട് നടത്തുകയും ചെയ്തവരെയാണ് ഞാൻ ഇവിടെ നേരിൽ കണ്ട് സംസാരിക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്കുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ 683 ആണെങ്കിൽ 82ാമത്തെ ബ്രാഞ്ചാണ് പിറവം എന്ന നിലയിൽ. അപ്പോൾ 100 കോടിക്ക് മേലെ നിക്ഷേപമുള്ള ശാഖകളിൽ ഒരു പ്രധാന ശാഖയാണ് പിറവം ബ്രാഞ്ച് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ബ്രാഞ്ച് മാനേജർ ജയന്തി ഐ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. KSFE ഈ നാടിന് ധൈര്യം എന്ന KSFEയുടെ മുദ്രാവാക്യം കൂടുതൽ അനർത്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ KSFEക്ക് 60 ലക്ഷത്തിലധികം ഇടപാടുകാരും 1,06,000-ലധികം ടേൺ ഓവർ, ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലെ കണക്കനുസരിച്ച് 1,06,000-ലധികം ടേൺ ഓവർ ഉണ്ട്. ഈ ബിസിനസ് 1,25,000 കോടി ആക്കുക എന്നതാണ് അടുത്ത വർഷത്തേക്ക് 2026-27 വർഷത്തേക്ക് ബിസിനസ് ലക്ഷ്യം 1,25,000 കോടിയിലേക്ക് ഉയർത്തുക എന്നതാണ്. കൂടാതെ 2 വർഷത്തിനകം കസ്റ്റമേഴ്സിന്റെ എണ്ണം 1 കോടിയിൽ എത്തിക്കുക എന്നതും KSFEയുടെ ലക്ഷ്യമാണ്. മികച്ച ധനകാര്യ സേവനത്തിനുള്ള ദേശീയ പുരസ്കാരങ്ങളായ സ്വദേശി സമ്മാൻ, ബിസിനസ് വേൾഡ് എമർജിംഗ് ബിസിനസ് അവാർഡ് എന്നിവ ലഭിച്ചത് KSFEയുടെ മികച്ച നേട്ടങ്ങളാണ്. KSFE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ SK സനിലിന് മികച്ച CEO ലീഡർ ഓഫ് ദി ഇയർ ക്രിയേറ്റീവ് എമർജിംഗ് അവാർഡും ലഭിച്ചു. ഈ നാടിന്റെ ധൈര്യം KSFE ആകുമ്പോൾ ഞങ്ങളുടെ സ്വന്തം ഇടപാടുകാരാണ് KSFEയുടെ ധൈര്യമെന്ന് ആശംസകൾ നേർന്നുകൊണ്ട് റീജിയണൽ ഓഫീസ് മാനേജർ ഡോക്ടർ ശിവപ്രസാദ് പറഞ്ഞു. വിശ്വാസവും സേവനവും അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകുന്ന KSFEയുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കുന്നതിനായിരുന്നു ഈ കസ്റ്റമർ മീറ്റ്. 1 ലക്ഷം കോടി ടേൺ ഓവർ അല്ലെങ്കിൽ ബിസിനസ് ഇന്ന് എത്തിക്കഴിഞ്ഞു. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മിസ്സീലിയസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ് 1 ലക്ഷം കോടി ടേൺ ഓവർ എത്തുന്നത്. KSFE ആണ് ആദ്യത്തെ മിസ്സീലിയസ് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയായി എത്തിയത്. ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പിന്തുണ കിട്ടിയത് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നുമാണ്. ബഹുമാനപ്പെട്ട മാന്യ ഇടപാടുകാരിൽ നിന്നുകൊണ്ട് മാത്രമാണ് ഞങ്ങൾക്ക് ഈ നേട്ടം കൈവരിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഞങ്ങളുടെ മാനേജ്മെന്റ് ഒരു തീരുമാനമെടുത്തു. കഴിഞ്ഞ വർഷം മുതലാണ് ആ തീരുമാനമെടുത്തത്. കേരളത്തിലെ എല്ലാ ശാഖകളിലും, ഈ 684 ശാഖകളിലും ഒരു കസ്റ്റമർ മീറ്റ് സംഘടിപ്പിക്കണമെന്നുള്ളത്. അത് വളരെ വിജയകരമായി തന്നെ കഴിഞ്ഞ വർഷം അത് മുന്നോട്ട് പോയി. ഇന്ന് ഈ വർഷം നവംബർ 6 തീയതി മുതൽ ഡിസംബർ 31 വരെ ഞങ്ങളുടെ എല്ലാ ശാഖകളിലും, KSFEയുടെ എല്ലാ ശാഖകളിലും ഇതുപോലൊരു കസ്റ്റമർ മീറ്റ് നടത്തുകയാണ്. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്
നമ്മുടെ മാന്യ ഇടപാടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൊണ്ട് മാത്രമേ, അതുപോലെ തന്നെ വിമർശനങ്ങൾ കൊണ്ട് മാത്രമേ ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, പിറവം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.